യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. കേൾക്കുന്ന ഓരോ സന്ദേശങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ രൂപാന്തരങ്ങൾ ഉളവാക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ദൈവം അബ്രഹാമിനോട് ചെയ്തതായ ആ ഉടമ്പടി, ആ ഉടമ്പടിയുടെ അടയാളം, ആ അടയാളം ഇന്ന് എങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും പ്രസക്തമാകുന്നു. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ആരും തന്നെ ഈ ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നവരല്ല. തന്നെയുമല്ല, നമ്മൾ ആരും ന്യായപ്രമാണത്തിൻ്റെ നിയമത്തിൻ്റെ കീഴിലുമല്ല. എന്നാൽ നാം ഓരോരുത്തരും അതേ കർത്താവ് യേശുക്രിസ്തുവിൽ വരുവാനുള്ളവർ എല്ലാവരും തന്നെ പുതിയ നിയമ ഉടമ്പടിയുടെ ഭാഗമായി ഉള്ളവരാണ് എന്നും അബ്രഹാമിനോട് ചെയ്തതായ ആ ഉടമ്പടി പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിലൂടെ നമുക്ക് ആ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിലൂടെ അബ്രഹാമിന് ലഭിച്ചതായ അനുഗ്രഹം നമ്മിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും തന്നെ ആ ഉടമ്പടിയുടെ അടയാളം നമ്മളിലും ഉണ്ടായിരിക്കണം. എന്നാൽ അത് ബാഹ്യമായ പരിച്ഛേദനയല്ല, ശാരീരികമായ പരിച്ഛേദനയല്ല, മറിച്ച് ഹൃദയംഗമായ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പരിച്ഛേദന ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. നമ്മൾ ഈ ഹൃദയത്തിൻ്റെ പരിച്ഛേദന എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, നമുക്ക് പരിച്ഛേദന ആവശ്യമാണോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ്, നമുക്ക് വേണ്ട പരിച്ഛേദന ഹൃദയത്തിൻ്റെ പരിച്ഛേദന ആണ് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് ഒരു വാഗ്ദത്ത സന്തതിയായി തീരുവാൻ നമുക്ക് സാധിക്കുന്നതെന്നുള്ള ചിന്തയാണ് നമ്മൾ ചിന്തിച്ചെങ്കിൽ, ഇന്ന് ഹൃദയത്തിൻ്റെ പരിച്ഛേദന സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാന വാക്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. ഇസ്രയേലുമായുള്ള ബന്ധത്തിൽ ഇവിടെ ദൈവം മോശ മുഖാന്തരം സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. ഇസ്രയേലിൻ്റെ റെസ്റ്റോറേഷൻ, അവരുടെ പുനഃസ്ഥാപനത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. എന്നാൽ ഈ വേദഭാഗം ജാതികളായ, അതായത് ദൈവത്തെ അറിവില്ലാത്തതായ ഇസ്രയേലിൽ ഒഴിച്ചുള്ളവരായ ആളുകളായ നമുക്ക് വളരെ ബാധകമാണ്. കാരണം നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ സേവിക്കേണ്ടത്, എങ്ങനെയാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത്, അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അത് സംബന്ധിച്ചുള്ള ചിന്തകൾ തന്നെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പഴയ നിയമകാലത്ത് തന്നെ ദൈവം ഹൃദയത്തിൻ്റെ പരിച്ഛേദനയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഈ ഹൃദയത്തിൻ്റെ പരിച്ഛേദന എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി വിശുദ്ധ വേദപുസ്തക പ്രകാരം പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു വ്യക്തി തൻ്റെ പാപ വഴികളെ ഉപേക്ഷിച്ച് കർത്താവ് യേശുക്രിസ്തുവിലേക്ക് തിരിയുന്ന, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതായ, അതേ ശിക്ഷയിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നതായ ആ നിമിഷം തന്നെ അവനിൽ ഹൃദയ പരിച്ഛേദന സംഭവിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലായി ആണ് ഹൃദയ പരിച്ഛേദന എന്ന് നമ്മൾ ചിന്തിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഹൃദയത്തിൻ്റെ പരിച്ഛേദന നമ്മളിൽ തുടരുന്നതായ ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ ആ വാക്യങ്ങളിലേക്ക് നിങ്ങളെന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇവിടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് പറയുന്നത് റിന്യൂ യുവർ സ്പിരിറ്റ് എന്നുള്ളതാണ്. അതിനർത്ഥം നമ്മളുടെ ഹൃദയത്തെ പരിച്ഛേദന ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഈ പരിച്ഛേദനയുടെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, പരിച്ഛേദന എന്നുള്ളത് അത് ബാഹ്യമായ ഒരു പ്രവൃത്തിയാണ് എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ശരീരത്തിലാണല്ലോ പരിച്ഛേദന ചെയ്യുന്നത്. പക്ഷേ ഹൃദയത്തിൻ്റെ പരിച്ഛേദന എന്ന് പറയുന്നത് അത് ബാഹ്യമായ പ്രവൃത്തിയല്ല, മറിച്ച് ദൈവം നമ്മളിൽ ചെയ്യേണ്ടതായ ഒരു പ്രവൃത്തിയാണ് ഹൃദയത്തിൻ്റെ പരിച്ഛേദന. അത് നമ്മളുടെ ആന്തരിക രൂപാന്തരത്തിന് കാരണമായി തീരുന്നു. സ്വതവേ മനുഷ്യർ എന്താ ചെയ്യുന്നത്? അവർ ബാഹ്യമായിട്ടുള്ള പ്രവൃത്തികളിലല്ലേ ഏർപ്പെടുന്നത്. പള്ളിയിൽ പോവുക, അവിടെ നേർച്ച അർപ്പിക്കുക, സ്വത്രകാഴ്ച കൊടുക്കുക, അല്ലെങ്കിൽ ദശാംശം കൊടുക്കുക, ഉറക്കെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്ന ഒരു രീതി കാണിക്കുക, ഇതെല്ലാം തന്നെ ബാഹ്യ പ്രകടനങ്ങളാണ്.
എന്നാൽ ഇവയൊന്നും തന്നെ നമ്മുടെ ഹൃദയത്തിൽ രൂപാന്തരം വരുത്തുവാൻ കഴിവുള്ളതല്ല. നമ്മുടെ ഹൃദയത്തിന് പരിച്ഛേദന അല്ലെങ്കിൽ രൂപാന്തരം സംഭവിക്കണമെങ്കിൽ ദൈവം ഇടപെട്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. സാധാരണ ആളുകൾ പറയുന്ന ഒരു കാര്യമാണല്ലോ, അവർ ആത്മീയരാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ പറയുന്നതായ കാര്യങ്ങൾ നമ്മളെല്ലാവരും തന്നെ അങ്ങനെ ചെയ്യുന്നവരുമാണ്. ഞാൻ എല്ലാ ദിവസവും കൃത്യമായി ചർച്ചിൽ കടന്നു പോകുന്നു, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, അതേപോലെ തന്നെ മുടങ്ങാതെ മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രസ്താവിക്കുമ്പോൾ മറ്റുള്ളവർ എന്താണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്? അവർ ചിന്തിക്കുന്നു, യെസ്, ഇദ്ദേഹം ഒരു ആത്മീയനാണ്. പക്ഷേ ഞാൻ അത് എത്രത്തോളം ചെയ്തു എന്ന് പറഞ്ഞാലും എൻ്റെ ഹൃദയത്തിന് രൂപാന്തരമില്ലെങ്കിൽ ഞാൻ ശരിയായിട്ടുള്ള ഒരു ആത്മീയനായി മാറുന്നില്ല. ബാഹ്യമായി എനിക്കിതെല്ലാം ചെയ്യാൻ സാധിക്കും. എനിക്ക് പള്ളിയിൽ പോകാം, എനിക്ക് ദശാംശം കൊടുക്കാം, എനിക്ക് നേർച്ചകൾ അർപ്പിക്കാം, എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാം, ഇതെല്ലാം എനിക്ക് ബാഹ്യമായി ചെയ്യാം. പക്ഷേ എനിക്ക് ആന്തരികമായ രൂപാന്തരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ അതിന് ദൈവം പ്രവർത്തിച്ചേ മതിയാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഹൃദയത്തിന്റെ പരിശോധന വളരെ പ്രധാനമാണെന്ന് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത്? സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ഇതാണ്. ദൈവത്തിന്റെ ആഗ്രഹം എന്താണ് പ്രബോധിപ്പിക്കുന്നത്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, അതായത് നിങ്ങളുടെ ആരാധന ബുദ്ധിയുള്ളതാകണമെങ്കിൽ. എന്തല്ല ബുദ്ധിയില്ലാത്തതായ ആരാധന? നമ്മുടെ ഹൃദയത്തിന് രൂപാന്തരം വരാത്തതായ ഏത് ആരാധന, അത് എത്ര വലിയ ചർച്ചിൽ നമ്മൾ കടന്നു പോയാലും, ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യത്ത് പോയി നമ്മൾ ആരാധിച്ചാലും ഹൃദയത്തിന് രൂപാന്തരം ഇല്ലെങ്കിൽ അത് ബുദ്ധിയുള്ള ആരാധനയായിട്ട് മാറുകയില്ല. ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതായ ആരാധനയാണ്. അതല്ല എങ്കിൽ നമുക്ക് മനുഷ്യനെ മാത്രമേ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ നമ്മളെ ആത്മീയമായി ബുദ്ധിമാന്മാരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ മനസ്സിന് വരുന്നതായ രൂപാന്തരം. ആ രൂപാന്തരത്തിൽ എന്താണ് ചെയ്യുന്നത്? ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ അഗ്രങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മുടെ സ്വയത്തിൽ നിന്നും കടന്നു വരുന്നതായ മുൻഗണനകളെ ദൈവം മുറിച്ചു കളയുന്നതായ അനുഭവം. അത് പലപ്പോഴും നമ്മുടെ പ്രയോറിറ്റീസ് ആയിരിക്കാം, നമ്മുടെ മുൻഗണനകളായിരിക്കാം. അതായത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതായ ഒരു പാപ സ്വഭാവം, അതേപോലെ തന്നെ നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിലേക്ക് വരുവാൻ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നതായ ഒരു ബന്ധം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെട്ടുപാട്, ഇവയൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ മുറിച്ചു കളയാനുള്ള ഭാഗമായിട്ടായിരിക്കാം ഇരിക്കുന്നത്. എനിക്ക് സ്വതവേ അത് ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അപൂർണമായതുകൊണ്ടും എനിക്കത് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടും ഞാൻ ആ പ്രവൃത്തിയിൽ ഒരിക്കലും ഏർപ്പെടാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ്. എന്നാൽ ദൈവത്തിന് ഇത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു അനുഭവമുണ്ടോ? അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്തതായ ഒരു പ്രശ്നം, അത് നിങ്ങളുടെ പ്രാർത്ഥനയെ പോലും തടസ്സപ്പെടുത്തുന്നതായ അനുഭവങ്ങൾ, നിങ്ങളുടെ സഭായോഗങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോകുന്നത്, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന, നിങ്ങളുടെ വിശുദ്ധ വേദപുസ്തക വായന, ഇവയെല്ലാം തടസ്സപ്പെടുത്തുന്നതായ ചില ബന്ധങ്ങൾ, ചില സ്വഭാവങ്ങൾ, ഇവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു സൈക്കോളജിസ്റ്റിനോ ഒരു സൈക്യാട്രിസ്റ്റിനോ ഒരു കൗൺസിലർക്കോ അത് മാറ്റുവാൻ കഴിയത്തില്ല. നിങ്ങളെ അതിൽ നിന്നെല്ലാം വിടിയിപ്പാൻ കഴിയുന്നതായ ഏക വ്യക്തി എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്. കാരണം ദൈവത്തിന് മാത്രമേ നമ്മുടെ ഹൃദയത്തിന്റെ പരിശോധന ചെയ്യുവാൻ കഴിയത്തുള്ളൂ. നമ്മളുടെ കല്ലായ ഹൃദയത്തെ അവൻ മാറ്റി, നമ്മുടെ ആ കല്ലായ ഹൃദയത്തെ ഉരുക്കി, മെഴുകുപോലെ ഉരുക്കി നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൽ ഒരു പാപസംബന്ധമായ പ്രവൃത്തി താൻ ചെയ്തപ്പോൾ അവൻ ദൈവസന്നിധിയിൽ കടന്നു വന്ന് അനുദപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ അവൻ പ്രാർത്ഥിച്ചു: ദൈവമേ, നിർമ്മലമായൊരു ഹൃദയമെന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഹൃദയം വേണ്ട, നീ ഒരുക്കുന്നതായൊരു ഹൃദയം എനിക്ക് വേണം. എൻ്റെ മുമ്പിലുള്ളതായ ജഡീകമായിട്ടുള്ള മുൻഗണനകളെ നീ മുറിച്ചു കളയണമെന്നുള്ളതാണ് വാസ്തവത്തിൽ ദാവീദ് അവിടെ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഇവിടെ വായിച്ച വാക്യം പോലെ നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കേണ്ടതിന്, അതായത് ദൈവം മുമ്പാകെ നമ്മൾ എന്നേക്കും ജീവിക്കേണ്ടതിന് ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയത്തെയും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിശോധന ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൂർണ്ണ മനസ്സും പൂർണ്ണ ഹൃദയവും നമുക്കുണ്ടായിരിക്കണം. പകുതി മനസ്സോടെ അല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്, പകുതി ഹൃദയത്തോടല്ല ദൈവത്തെ സേവിക്കേണ്ടത്.
അതായത് ജീവിതത്തിൽ നമ്മുടെ ഹൃദയം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പങ്കെടുക്കാത്തതായ ഏതെങ്കിലും ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മുറിച്ചു കളയണമെന്നുള്ളതാണ് ഇവിടെ ദൈവവചനം നമ്മോട് പറയുന്ന പ്രധാനപ്പെട്ട സത്യം. അതുകൊണ്ട് ആ ഒരു അനുഗ്രഹത്തിലേക്ക്, നന്മയിലേക്ക്, ദൈവപ്രവൃത്തിയിലേക്ക്, ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നതായ ആ ആന്തരികമായ രൂപാന്തരത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായ രൂപാന്തരങ്ങൾ സംഭവിപ്പാൻ തക്കോണം അങ്ങ് സഹായിക്കണമേ. പലപ്പോഴും ബാഹ്യമായിട്ടുള്ള പ്രവൃത്തികൾ ഞങ്ങളിലുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോകുന്നു, ഞങ്ങൾ സ്തോത്ര വഴിപാട് കൊടുക്കുന്നു, അതേപോലെ തന്നെ അനേകരെ ഞങ്ങൾ സഹായിക്കുന്നു. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നെങ്കിലും ഞങ്ങൾ മനസ്സിലാക്കുന്നു അതൊന്നും ഞങ്ങളുടെ ആന്തരിക രൂപാന്തരത്തെ സൂചിപ്പിക്കുന്നില്ല. പലപ്പോഴും ഞങ്ങളത് ബാഹ്യമായി മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതേ ഒരു ആത്മീക രൂപാന്തരം സംഭവിപ്പാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആത്മീയമായി കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.